പാത്തു എന്താ പരിപാടി? എന്താ പരിപാടി? അത് ഞാൻ എന്റെ ഫ്രണ്ടിനായിട്ട് ചാറ്റ് ചെയ്യുന്നട്ടാ. അവള് ഒരു ഓൺലൈൻ സ്കൂളിലാണ് ഇപ്പൊ പഠിക്കണത്. എന്ത് ചൂടവിടെ ആ സ്കൂളിലില്ലേ, എനിക്ക് അവള് പറഞ്ഞിട്ട് ആ സ്കൂളിൽ ചേർന്നു. അയാദി ഗ്ലോക്കൽ സ്കൂൾ. എന്താ പ്രത്യേകത? എന്താ പറയാ, ഇവര് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, പിന്നെ കോഡിങ് ഇങ്ങനത്തെ ഉള്ള സബ്ജക്ട്സ് ഒക്കെയാണ് പഠിപ്പിക്കണേ. അത് മാത്രല്ല ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അല്ലാതെ സബ്ജക്ട്സും ഇല്ലേ അതിന്റെ കൂടെ? പക്ഷെ ഇവര് ഇംഗ്ലീഷ് ഒക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഒക്കെ നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് ആണ്. അതും അല്ല, ഇവിടെ ജർമ്മനി, ഫ്രഞ്ച്, സ്പാനിഷ് അങ്ങനെയുള്ള കുറെ ലാംഗ്വേജസ് ഒക്കെ പഠിപ്പിക്കണ്ടേ. അത് ഓൺലൈൻ സ്കൂളിൽ അങ്ങനെ കേട്ടിട്ടില്ല അല്ലേ, ഇങ്ങനത്തെ ലാംഗ്വേജസ്. പിന്നെ എന്റെ ഫേവറേറ്റ് കാര്യം എന്താ അറിയോ, എല്ലാവർക്കും ഓരോ സ്റ്റുഡൻസിനും ഒരു മദർ മെന്റർ ഉണ്ട്. ആ മദർ മെന്റർ എന്താ അറിയോ, ഇവർക്ക് ഇങ്ങനെ എല്ലാ 24/7 വേറെ സബ്ജക്ട് ടീച്ചേഴ്സിന്റെ പോലും തന്നെ 24/7 ഇവർക്ക് ഇങ്ങനെ സപ്പോർട്ട് ഒക്കെ കൊടുക്കും. സബ്ജക്ട് ടീച്ചേഴ്സ് കൂടാതെ ഫുൾ സപ്പോർട്ടിനുള്ള ഒരു മദർ മെന്റർ പറഞ്ഞിട്ട്. ഇപ്പൊ ഇവള് പറയണേ ഇവളെ ബെസ്റ്റ് ഫ്രണ്ട് ഈ മദർ മെന്റർ ആണ്. കാരണം ഇല്ല, ഇവള് ഉറങ്ങാൻ പോകുമ്പോ മദർ മെന്റർ സംസാരിക്കുക, രാവിലെ എണിച്ചാൽ ഈ മദർ മെന്റർ. നല്ല കാര്യമല്ലോ, പാരന്റ്സ് ഒക്കെ ഫുള്ള് ബിസി അല്ലേ, കുട്ടികളെ നോക്കാൻ ടൈമില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഒരാളുണ്ടാണ് ഫുള്ള് സപ്പോർട്ട്. അവള് ഇതിനേശം ഇവള് ആളാതെ മാറി, അതുകൊണ്ട് അവിടെ ചേർന്നുണ്ട്. ഫീസ് ഒക്കെ കൂടുതലാവുമ്പോ ഈ ഫ്രഞ്ച് ലാംഗ്വേജസും ഇങ്ങനത്തെ സബ്ജക്ട്സ് അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ്. ഇവളില്ലേ ഇവിടെ ഈ ഓൺലൈൻ സ്കൂളിൽ ചേർന്ന് തന്നെ അവൾക്ക് UAE വന്നിട്ട് അഡ്മിഷൻ കിട്ടാത്തോണ്ടാണ്. പക്ഷെ ഇപ്പൊ അഡ്മിഷൻ കിട്ടിയിട്ടും അവൾ ഈ സ്കൂളിൽ നിന്ന് മാറുന്നില്ല. നല്ല സ്കൂളാവും അത്, സൂപ്പർ സ്കൂളാണ് നമ്മൾ പറയുന്നത്. നമുക്ക് നോക്കാം എന്താ സ്കൂളിന്റെ പേര് പറഞ്ഞ? അയാദി ഗ്ലോക്കൽ സ്കൂള്. അത് നമുക്ക് നോക്കാം. ഓക്കെ, എന്തൊരു സന്തോഷം.